6 പഠിക്കാൻ പോകുന്ന മക്കളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും മാറിയ സിലബസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ബേസിക് സയൻസിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മക്കളോട് പറയാം, സിലബസ് പുതിയതായി കഴിഞ്ഞാലും ഒത്തിരി ടോപ്പിക്സ് നമ്മൾ പഠിക്കാൻ ഉണ്ടായി കഴിഞ്ഞാലും എൻ്റെ കുഞ്ഞുങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ക്ലാസ് 6 യുവ ബാച്ച് ഉള്ളത്. സോ നമ്മുടെ യുവ ബാച്ചിലോട്ട് മക്കൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക, ആ നമ്പറിലോട്ടൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. സോ 1 ഇയറിന് നമ്മുടെ ബാച്ചിൻ്റെ ഫീ വരുന്നത് 2499 ആണ് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ് 6 പുതിയ സിലബസ് നമ്മുടെ ബേസിക് സയൻസിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ചാപ്റ്ററാണ് ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ ഓൾഡ് ക്ലാസ് 6 സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഒരു മിഡിൽ ചാപ്റ്റർ ആയിരുന്നു ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ ഓൾഡ് സിലബസിലും ഈ ഒരു സെയിം ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ പഴയ സിലബസിൽ നിന്ന് ബേസിക് സയൻസിൽ ഒത്തിരി മാറ്റങ്ങളൊന്നും നമ്മുടെ പുതിയ സിലബസിൽ വന്നിട്ടില്ല. ചാപ്റ്റേഴ്സ് ഒന്ന് ജസ്റ്റ് ഷഫിൾ ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്തവണ ആദ്യം പഠിക്കാനുള്ള ചാപ്റ്ററാണ് ഫുഡ് ഫോർ ഹെൽത്ത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നോക്കിക്കാൻ നമുക്ക് ഫുഡിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ആദ്യം നമുക്ക് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലിപ്പിഡിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കൊളസ്ട്രോളിനെ കുറിച്ചിട്ടാണ്. അതാണ് നമ്മുടെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ടോപ്പിക്കും അതുകൂടാതെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വിറ്റമിൻസ്. ഓക്കെ, അപ്പോൾ വിറ്റമിൻസിൽ ഓരോ വിറ്റമിൻസിൻ്റെയും സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, ഓരോ വിറ്റമിൻസിൻ്റെയും കുറവ് മൂലം ഡെഫിഷ്യൻസി മൂലം നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫൈബേഴ്സ് ആണ്, നാരുകൾ. ഇതുകൂടാതെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സും കൂടി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുണ്ട്. സോ എൻ്റെ കുഞ്ഞുങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, സോ ഓൾഡ് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂ സിലബസിൽ ചാപ്റ്റേഴ്സിൽ വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ നമുക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം മുതൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലൈവ് ക്ലാസ്സസിലൂടെയും PDF ക്ലാസ് നോട്ട്സിലൂടെയും അതുകൂടാതെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ്, അതുപോലെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ്, മോഡൽ എക്സാംസ്, ഇതിലൂടെ ഓരോ ചാപ്റ്റേഴ്സും എല്ലാ ടോപ്പിക്സും കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ യുവ ബാച്ചിലോട്ട് വേഗം തന്നെ അഡ്മിഷനൊക്കെ എടുക്കുക. അപ്പോൾ ഓൾറെഡി കുറേ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമ്മുടെ യുവ ബാച്ച് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, യുവ ബാച്ച് എന്ന് പറഞ്ഞ് കുറച്ച് ഫയർ ഇമോജീസൊക്കെ ഇടാം. ഓക്കെ, സോ എല്ലാവരും ഫുൾ കോൺഫിഡൻസോടെ ഇരിക്കുക. പുതിയ സിലബസ് ആയി കഴിഞ്ഞാലും മക്കളെ നമ്മളെല്ലാവരും ഫുൾ സെറ്റായിട്ട് അടിപൊളിയായിട്ട് തന്നെ പഠിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. ബൈ ബൈ.